അപ്പനിൽ നിന്നും കിട്ടിയ ഒരു ഏറ്റവും ക്വാളിറ്റി സാറിന് അപ്പൻ്റെ എടുക്കാം, അപ്പൻ ഇങ്ങനെ ഇതായിരുന്നു, ഇത് ഞാനും ചെയ്യണം, അങ്ങനെ ഒരു ക്വാളിറ്റി എടുക്കാനായിട്ടില്ല. ഞാൻ നാച്ചുറലി എന്തെങ്കിലും കിട്ടിയിട്ടുള്ളതേ ഉള്ളൂ. എനിക്ക് എടുക്കാനൊന്നും പറ്റിയല്ല. അദ്ദേഹത്തിന് ഇത് എന്തെങ്കിലും കിട്ടിയിട്ടുള്ള അല്ല. ഇപ്പൊ നമ്മള് എന്താ പറയുന്നതെന്ന് വെച്ചാല്, ഇപ്പം സോഫാർ ഓക്കെ രാഷ്ട്രീയത്തിലുണ്ട് ഇല്ല എന്നല്ല, പക്ഷെ അപ്പനെ പോലെ സജീവമായിട്ടില്ല. പക്ഷെ ഇപ്പൊ അപ്പൻ എന്ന് പറയുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഇപ്പുറത്തുണ്ട്. അപ്പൊ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് സാർ ഇറങ്ങുമ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ലയബിലിറ്റി, ഇതെല്ലാം ഓൾ ഓഫ് എ സഡൻ ഒരു ഹെഡിലേക്ക് വരികയല്ലേ? അല്ല, അതിനകത്ത് ഉള്ള മെയിൻ തിങ് എന്ന് വെച്ചാല് ആളുകളുടെ കൺസേൺസ് കേൾക്കുക എന്നുള്ളത്. അതാണ് ഞാനിപ്പം എടുത്തിരിക്കുന്ന ഒരു റോൾ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം മാറിയതിനു ശേഷം പുതുപ്പള്ളി എന്നുള്ള ആളുകളെല്ലാ ഞായറാഴ്ചയും അദ്ദേഹത്തിനെ കാണാൻ വരുന്ന പോലെ കേരളത്തിൽ നിന്നുള്ള പല ഭാഗത്തു നിന്നുള്ള ആളുകൾ കാണാൻ വരുന്നു. ഇപ്പോൾ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. അപ്പൊ അവരെ കേൾക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹി വാസ് എ ലിസണർ. ലിസണിങ് കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംസാരം കുറവായിരുന്നു. പ്രസംഗത്തിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കേൾക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ എബിലിറ്റി. അപ്പൊ ജനങ്ങളെ കേൾക്കുവാനുള്ളൊരു മനസ്സ്, അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം അദ്ദേഹത്തെ പോലെ ആവാൻ പറ്റുമെന്ന് വെച്ചാൽ നോട്ട് പോസിബിൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഇലക്ഷൻ ടൈമിലൊക്കെ ആണേലും ഞങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കൊക്കെ പറയും, അതിനിപ്പോ എന്നാ പറയാനാ, ചാണ്ടിക്ക് തന്നെ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ. നോ, അവിടെ ഒരു വേറെ ഇതില്ല അവർക്ക് ആർക്കും പറയാൻ. കാര്യം അപ്പൊ ഞാൻ ആലോചിച്ചു, അപ്പൻ അത്രയും ജനപ്രിയനായിരുന്നു അവർക്ക് എല്ലാവർക്കും. അപ്പന് വേറെ ഉള്ള ആളായിട്ട് മാറ്റാൻ പറ്റിയല്ല അവർക്ക്. അപ്പൊ നാച്ചുറൽ മകൻ തന്നെ വരണം, മകനും ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു ആത്മാർത്ഥ വിശ്വാസം ആ പുതുപ്പള്ളിയിൽ എത്രയായാലും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി യു ആർ റെഡി ടു ടേക്ക്. ഞാൻ റെഡി ടു ടേക്ക് എന്ന് മാത്രമല്ല, ഞാൻ എടുത്തു കഴിഞ്ഞ കുറച്ച് റിസ്ക് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പം ഒരു 50 ഹൗസസ് പണിയാണ്. അത് വലിയ റിസ്കിലാണ് ഞാൻ അത് ചെയ്തു തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു റിസ്ക് ടേക്കിംഗ് കൂടുതലാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഞാൻ ചെയ്യുന്നു മാക്സിമം. ഓക്കെ. ഇപ്പൊ ഇതൊരു പറഞ്ഞ പോലെ ഒരു ലോങ് വിഷൻ ആണ്. അത് ഉദ്ദേശിച്ചാണോ നമ്മൾ ചെയ്യുന്നത്, അതോ ഒരു നല്ല കർമ്മമായിട്ടാണോ? അല്ലെങ്കിൽ അല്ല, എന്നെ സംബന്ധിച്ച് പുതുപ്പള്ളിയിൽ ഭവനരഹിതരെ ഉണ്ടാവരുതെന്ന് ആഗ്രഹം. അത് എന്റെ പിതാവിന്റെ ആഗ്രഹം തന്നെയാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം മരിച്ച ഉടനെ തന്നെ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ വിഷൻ തുടരുക, അത് എത്ര ഫാസ്റ്റ് ആയിട്ട് തുടരാൻ പറ്റുമോ അത് തുടരുക. അതിനോടൊപ്പം ഞാൻ എടുത്തൊരു അജണ്ടയാണ് സ്പോർട്സ് എന്ന് പറഞ്ഞൊരു അജണ്ട. കാരണം ഇന്ന് നമ്മുടെ കുട്ടികളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡ്രഗ്സ് ആണ്. സമൂഹത്തെ കഴിഞ്ഞ 8 വർഷമായിട്ട് വലിയ പ്രശ്നമായി മാറിയിരിക്കും. ഇത് വളർന്ന് വന്നു. ഇപ്പോഴതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഐസ്ബർഗ് പോലെ. നമ്മൾ ഇപ്പൊ ടിപ്പ് മാത്രമേ കാണത്തുള്ളൂ, പക്ഷെ അടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതൊന്നും അല്ല. അപ്പൊ അത്രയ്ക്ക് വലുതായിരിക്കുന്നു. അതിന്ന് എങ്ങനെ കുട്ടികളെ മാറ്റാം? ഒരു വഴി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ആണ്. സ്പോർട്സ് ഇസ് എ മീഡിയം വിച്ച് ഐ എം ട്രൈങ് ടു യൂസ് ടു ഡൈവേർട്ട് ദ ചിൽഡ്രൻ ഫ്രം ഡ്രഗ്സ്. അപ്പം അതിന് ഇപ്പൊ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ കീഴിൽ ഒരു 2 ടർഫ് ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ ഫണ്ടിൽ നിന്ന് തന്നെ 2 പബ്ലിക് യൂസിന് വേണ്ടി 2 സ്വിമ്മിംഗ് പൂൾസ് പണിയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുതുപ്പള്ളി കൊണ്ടുവരാൻ ശ്രമിക്കണം. കഴിഞ്ഞ ദിവസം വിനായക് മേനോൻ എന്ന് പറഞ്ഞ ചെൽസിയുടെ വെൽനസ് ഡയറക്ടറായിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തെ കാണുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ ഒരു അൾട്ടിമേറ്റ് എയിം ലോങ് ടേം ആണ്. എന്തെങ്കിലും ചെറിയൊരു സ്റ്റേഡിയം എങ്കിലും ഉണ്ടാവണം പുതുപ്പള്ളിയിൽ. അപ്പം കുട്ടികൾക്കുള്ള ആവശ്യത്തിന്. ഓക്കെ. അതിപ്പം നമ്മൾ പ്രസന്റ് വരുന്നത് ഇപ്പൊ ആസ് ഇറ്റ് ഈസ് ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് പൊളിറ്റിക്സ് വൈസ് അത് മാറ്റാനൊന്നും നോക്കത്തില്ലേ സർ? അല്ല, അത് ഫ്യൂച്ചർ ബട്ട് പ്രസന്റ് ഈ സ്പോർട്സ് മീൻസ് വിത്തിൻ 1 or 2 years it will be finished. അതേസമയം ഇപ്പൊ ഉള്ള ഇഷ്യൂസ് ഗവൺമെന്റിന്റെ ടാക്ലിംഗ് വളരെ അനിവാര്യമായിട്ട് വരികയാണ്. പക്ഷെ ഗവൺമെന്റ് മാത്രം പോലെ പൊതുസമൂഹം കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇപ്പം ആരെങ്കിലും ഒരു അമ്മയാണെങ്കിലോ ഒരു അച്ഛനാണെങ്കിലോ നമ്മുടെ ഒരു മകൻ അതിൽ അബ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും സർ? അവർക്കൊരു പേടി ഉള്ളിൽ കാണത്തില്ലേ? ഇവർ ബാക്കിയുള്ളവരെ അറിയുന്നു, ഇവരെ ഉപദ്രവിക്കുന്നു, കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊക്കെ ഒരു പേടി ഉള്ളിൽ എത്രയായാലും ഒരു അപ്പനും അമ്മയ്ക്കും ഉണ്ടാവും. അപ്പൊ അവര് ഫോർവേഡിലേക്ക് വരാനായിട്ട് ഒരു മടിയുണ്ടാവും. അങ്ങനെ ഞാൻ പറഞ്ഞ പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ സംഘടനകൾ, മതസംഘടനകൾ, അവരൊക്കെ അവയർനെസ് ക്യാമ്പയിൻ വളർത്തണം. ഇത് പണ്ടത്തെ പോലല്ല. ഇതിപ്പോ സുലഭമായി അവൈലബിൾ ആയി. ഇത് എന്താ പറയാ, ഗാഞ്ച എന്ന് പറയുന്ന കഞ്ചാവ് എന്നുള്ള ലെവലിലല്ല. MDMA, അതേപോലെ സ്റ്റിക്കേഴ്സ്, അതേപോലെ കുറെ പുതിയ ഫോംസിൽ മയക്കുമരുന്ന് വരികയാണ്. അത് ലാർജ് സ്കെയിലായിട്ട് വരികയാണ്. എൻ്റെ അടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് 5% മാത്രമേ പിടിക്കുന്നു, പിടിക്കാതെ പോവുക. ഒപ്പം ഒരു മീനിനകത്ത് പോലും കോടികളുടെ മയക്കുമരുന്ന് കടത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക്
ഗവൺമെന്റ് ഇന്റർവെൻഷനിലൂടെ മാത്രമേ സ്ട്രിക്റ്റ് ആയിട്ട് നോംസ് കൊണ്ടുവന്ന് ഇതിന്റെ അവൈലബിലിറ്റി ആദ്യം കുറയ്ക്കണം. പിന്നെയാണ് ഈ പെട്ടുപോയ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. കാരണം ഇത് നമ്മുടെ സ്കൂളുകളിലേക്കും വരുമ്പോൾ, കോളേജിനപ്പുറം സ്കൂളിലേക്ക് പോകാൻ, സ്കൂളുകളിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഗവൺമെന്റിനാണ് അതിനകത്ത് ഏറ്റവും പ്രാഥമികമായ റോള്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ എക്സൈസ് ഓഫീസർ എന്നോട് പറഞ്ഞ വിമുക്തി എന്ന് പറഞ്ഞ പരിപാടിയിലാണ് 140 മണ്ഡലങ്ങളിലും ഗവൺമെന്റ് വിമുക്തി എന്ന് പറഞ്ഞ ഒരു ആന്റി ഡ്രഗ് പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അതിന്റെ ശ്രമം ആക്കം കൂട്ടണം, അതിന്റെ എഫേർട്ട് വലുതാണ്, 100 ആക്കണം. എന്നാലേ ഇത് ഇപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, സ്പോർട്സിലേക്ക് കുട്ടികളെ തിരിച്ചുവിട്ട് ഈ അവൈലബിലിറ്റി കുറയ്ക്കുകയും സ്പോർട്സിലേക്ക് തിരിച്ചുവിട്ട് കുട്ടികളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യും. ഈ 2 ഓപ്ഷനാണ് നമ്മുടെ മുന്നിൽ പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ സർ, ഇനി സാറിന്റെ ഒരു കോളേജ് കാലഘട്ടം അത് കഴിഞ്ഞിട്ട് കോട്ടയത്തേക്ക് വന്നു. ഇനി അപ്പന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് കുറെ ഉണ്ട്, അപ്പൻ ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട്, പൂർത്തീകരിക്കാനുണ്ട്. അപ്പനൊരു ലോങ് വിഷൻ എത്രയായാലും കണ്ടിരിക്കും. അപ്പൊ അപ്പൻ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടോ, ഇന്ന പോലെ നീ ഇന്ന ചെയ്തേക്കണം, ഇതിനകത്ത് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി അപ്പനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പം അതേ ഒരു സക്സസറിനെ ആയിട്ടൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹം അങ്ങനെ ഒരു വിഷു ഒന്നും പറഞ്ഞിട്ടുമില്ല എൻ്റെ അടുത്ത്. എന്റെ സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അവർ രണ്ടുപേരും പൊളിറ്റിക്സ് ഇറങ്ങുന്നതിന് താല്പര്യമില്ലാന്ന് ഞാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് അറിവില്ല. ഇത് എന്റെ സഹോദരി പറഞ്ഞ അറിവേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ഓപ്പൺ അപ്പ് ആവത്തില്ല. ചില ഘട്ടങ്ങൾ വളരെ, അതുകൊണ്ട് തന്നെ ഇന്ന കാര്യം ചെയ്യണമെന്നോ വിഷയായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അതേസമയം ഞാൻ പ്രവർത്തിച്ചു വരുന്നതിനോട് അദ്ദേഹത്തിന് എതിർപ്പില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ഞാൻ ഇത്രയും നാള് പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം എതിർപ്പ് പറഞ്ഞിട്ടില്ല. അതേസമയം ഒരു പോയിന്റിൽ ഞാനൊരു 4 വർഷം മുമ്പ് ഒരു കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞു, 5 വർഷം മുമ്പ്. അപ്പൊ അദ്ദേഹം എഗ്രി ചെയ്തിട്ടുമില്ല. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട് അതിനകത്ത്. ഇപ്പം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് അപ്പം ഞാൻ അന്ന് ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല ഇപ്പൊ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്വാഭാവികമായി വരണം എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് മനസ്സിലാക്കി ആ സ്ട്രഗിൾ എന്താന്ന് മനസ്സിലാക്കിയൊക്കെ കയറി വരണം എന്നായിരിക്കും. പക്ഷെ ഞാൻ അപ്പൊ തന്നെ 19 വർഷം സ്ട്രഗിളായി. ഓക്കെ, സാറിന്റെ കോളേജ് ലൈഫിൽ സാർ പറഞ്ഞു രാഷ്ട്രീയത്തിൽ, അവിടെ രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല, സ്പെഷ്യലായിട്ടൊന്നുമില്ല, പക്ഷെ നല്ലതായിട്ട് അത് പ്രവർത്തിച്ചു, പ്രസംഗിക്കുകയൊക്കെ ചെയ്യണമല്ലോ ഇതിന്റെ കൂട്ടത്തിലൊക്കെ. അപ്പൊ അന്നത്തെ കാലത്ത് കോളേജ് ലൈഫാണ്, നല്ലതായിട്ട് പ്രസംഗിക്കുന്ന സ്മാർട്ട് ഗൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി ഫാൻസ് ഒക്കെ ഉണ്ടാവില്ലേ സാറിന്റെ പ്രസംഗം കേൾക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ ആരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് സാർ? എന്റെ പ്രിൻസിപ്പള്, എന്റെ ടീച്ചേഴ്സ്, എന്റെ വോട്ടേഴ്സ് എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഒറ്റ പെൺകുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്തില്ലേ? അത് ചുമ്മാ നുണയാണ്, അങ്ങനെ പറയരുത്. ഒരാള് പോലെ അപ്രീഷിയേറ്റ് ചെയ്തില്ലേ? അങ്ങനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. നമ്മൾ എന്റെ വോട്ടേഴ്സ് എല്ലാം അപ്രീഷിയേറ്റ്, എന്റെ കോളേജിലെ എല്ലാ വോട്ടേഴ്സും ഇപ്പോഴും ആ കോളേജിൽ പോയി ചോദിച്ചാൽ മതി. ഇപ്പോഴും ഞാൻ അവിടെ കാര്യങ്ങള് കോവിഡ് സമയത്തും ഞാൻ ആ കോളേജിൽ പോയി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ ഇപ്പോഴും ആ കോളേജില് ഇപ്പോഴും പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ഇപ്പം ഞങ്ങളുടെ ഇടയിലും പുതുപ്പള്ളിയിലും അല്ല എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയം എന്താണെന്നറിയോ? അറിയാലോ? എനിക്കറിയാം. അതെന്നാ ചെയ്യാത്ത, കല്യാണം കഴിക്കാത്ത തന്നെ? അത് സമയം വായിക്കും. ഇനി എപ്പോഴാ? ആരാ സമയം തീരുമാനിച്ചു? 42 അതില് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പം പുതുപ്പള്ളിക്കാർക്കും മറ്റു നാട്ടുകാർക്കും ചാണ്ടി സാറിന്റെ, ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ എന്താ കല്യാണം കഴിക്കാത്തെന്നൊരു ടെൻഷൻ. നടക്കുമെന്ന് പറഞ്ഞല്ലോ. നടക്കുമല്ലോ. ഈ കൊല്ലം ഉണ്ടോ? അടുത്ത കൊല്ലം ഉണ്ടോ? ഏതായാലും ഒരു കൊല്ലമെങ്കിലും പറഞ്ഞേ. ഞങ്ങളുടെയൊക്കെ നല്ല മനസ്സ് നിറഞ്ഞ ഒരു ആഗ്രഹമല്ലേ, അതൊന്ന് ഞങ്ങൾക്കൊന്ന് ഓക്കെ ഇന്ന കൊല്ലം ഉണ്ടായിരിക്കും, അത്ര പറഞ്ഞാൽ മതി. ഞങ്ങൾ സമാധാനം. ഉറപ്പല്ലേ? മെയിൻ ഉദ്ദേശം അതാണല്ലോ. ഷോയുടെ നടുക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അവർക്കൊക്കെ സന്തോഷമാണ്. ഈ കൊല്ലം ഈ കൊല്ലം ഉറപ്പിക്കട്ടെ. എല്ലാ വർഷവും ഈ കൊല്ലമുണ്ട്. ഞാൻ എല്ലാ വർഷവും ചോദിച്ചില്ല, ഞാൻ എടുത്തു ചോദിച്ചു ഈ കൊല്ലമാണോ ആ സാധ്യത ഉണ്ടെന്ന്. ഇനി ഉഴപ്പരുത്. കാര്യം അതൊക്കെ അമ്മയ്ക്കാന്നേലും കൂടപ്പുറപ്പുകളൊക്കെ ആന്നേലും ആകളെയും മകനും ഒക്കെ ഒന്നൊരു കുടുംബമായി കാണാനൊക്കെ ആഗ്രഹമല്ലേ? നല്ല തലയാട്ടല, അത് മനസ്സിലായി എനിക്ക്. ഓക്കെ, ഇനി ഫ്യൂച്ചർ എന്താണ് ആഗ്രഹം? ഫ്യൂച്ചർ ഞാൻ പറഞ്ഞ പോലെ പുതുപ്പള്ളിയുടെ കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഒരു എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഏതെങ്കിലും ഒരു ഐക്കോണിക് ആയിട്ട് എന്തെങ്കിലും സാധനം പുതുപ്പള്ളി ഡെവലപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇതാണെങ്കിലും ശരി, ഒരു എന്തെങ്കിലും ഒരു അവിടെ ഒരു ആൾക്കാർ വരത്തക്ക രീതിയിലൊരു സംഭവം. ഓക്കെ, ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി ആവണം എന്ന് ചോദിച്ചാൽ? ഒരാളായതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല.
എന്നാൽ ആഗ്രഹമില്ലേ? അല്ല, ഇതിനകത്ത് പാർട്ടിയിൽ പ്രവർത്തിക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ എന്നും അത് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടി എന്നെ സംബന്ധിച്ച് എല്ലാമാണ്. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിപ്പോ ഞാൻ ഇപ്പം കുറച്ച് ദിവസം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നു. അപ്പം അത് എന്തെങ്കിലും ആവണമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്കൊന്നും കോൺഗ്രസ് പാർട്ടി എൻ്റെ ചെറുപ്പം മുതൽ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഞാനിപ്പോ MLA ആവണമെന്ന് ആഗ്രഹിക്കാത്ത ആളാണ്. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് MLA ആള്. പോസ്റ്റൊക്കെ പിന്നെയുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ത് പോസിറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ. അപ്പൊ സാറിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സപ്പോസ് മുഖ്യമന്ത്രി ആവാൻ ഒന്നിന്റെ ക്ഷീണം തീർന്നില്ല എന്ന് പറഞ്ഞു. സപ്പോസ് ഇപ്പൊ ഇതൊരു അടുക്കള ആയതുകൊണ്ട് ചോദിക്കാം, ഒരു വലിയ എന്താ പറയാ വലിയ ചോദ്യമൊന്നുമല്ല, പക്ഷെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരാള് വീട്ടിൽ വന്നാൽ പെട്ടെന്ന് നമ്മുടെ അടുക്കളയിൽ ഒരു ഭയങ്കര വിഭവ സമൃദ്ധമായി കൊടുക്കുവോ, അതോ ഒരു ഭക്ഷണം പ്രിഫർ ചെയ്താൽ ഫസ്റ്റ് ഏത് പ്രിഫർ ചെയ്യും? അല്ല, ഒരു മുഖ്യമന്ത്രി വീട്ടിൽ വന്നാൽ എന്റെ അപ്പന് കൊടുത്ത് തന്നെ കൊടുക്കും. അതന്നെ ഞങ്ങളെ എന്തോന്നാ ശരിക്കും ഞങ്ങളുടെ വീട്ടിലെ സ്റ്റേപ്പിൾ ഫുഡ് കഞ്ഞിയും പേര്. അപ്പൊ ദിവസവും കഴിച്ചുകൊണ്ട് കഞ്ഞിയും പേര്. നമ്മുടെ സഖാവ് സർ വരുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമനുസരിച്ച് നമ്മൾ കൊടുക്കും. പക്ഷെ മുഖ്യമന്ത്രി ഇപ്പൊ വരുമെന്ന് പറഞ്ഞാൽ പാൽപ്പായസം ഉണ്ടാക്കാൻ പറയും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരാളല്ലേ, അങ്ങനെ അദ്ദേഹം വന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ പാൽപ്പായസം പറയും. സാറിന്റെ ഈ രാഷ്ട്രീയത്തില് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്? എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്സ്, ആരും അങ്ങനെ മാറി നിൽക്കുന്നവരല്ല. എങ്കിലും നമുക്ക് വിഷ്ണുനാഥ്, ഡീന്, ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നത് അപ്പനല്ലാതെ വേറൊരു വ്യക്തി പൊളിറ്റിക്സിലാണോ? പൊളിറ്റിക്സ് രാജീവ് ഗാന്ധി. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ രാജീവ് ഗാന്ധി തന്നെയാണ് ഒരാളുള്ളത്. ഓക്കെ. അപ്പൊ വീട്ടില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ ചെയ്യുന്നത്? അമ്മയാണോ? അമ്മ സ്വാഭാവികമായിട്ടും അമ്മയല്ലേ. എല്ലാം അപ്പന്റെ കൂടെയും എല്ലാം വർക്ക് ചെയ്തത് അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് അറിയാം ഇന്ന പോലെ മുന്നോടി അമ്മയ്ക്ക് അറിയാലോ ഇന്ന പോലെയൊക്കെ നടക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ അമ്മ ഇരുന്ന് ഉപദേശിച്ച കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? അതോ ഫ്രീഡം? അമ്മ പിന്നെ ചെറുപ്പം തൊട്ട് ഉപദേശം. അമ്മമാരെ പോലെ തന്നെ അപ്പയ്ക്ക് ഇതിന് സമയമില്ലാത്തതുകൊണ്ട് അമ്മ അത് എല്ലാം ചെയ്യും. കാരണം അമ്മ ഉപദേശിച്ചില്ലെങ്കിൽ നമ്മള് ശരിയായ പാതയിൽ പോകത്തില്ല. അമ്മ തന്നെയാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ എതിർ പാർട്ടിയിലുള്ള ആരെങ്കിലും ഒരു നല്ല ലീഡർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ആരെ പറയാം? മുഖ്യമന്ത്രി തന്നെയാണ്. യാതൊരു സംശയമില്ല. കാരണം ഞാനത് എന്റെ ഫാദറിന്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം അതിനെ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്നെ റിസീവ് ചെയ്ത് എങ്ങനെയാൻ ശ്രദ്ധിച്ചു. എന്റെ ഫാദറിനോട് എങ്ങനെ പെരുമാറി ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും മര്യാദയുള്ള ഒരു സമീപനമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, രാഷ്ട്രീയമായ യോജിപ്പുകൾ ഇല്ലാത്തതുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സമീപനം അപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് വളരെയധികം ഒരു എന്താ പറയാ മനുഷ്യത്വപരമായ ഒരു സമീപനമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഈ ദൈവവിശ്വാസിയാ ഞാൻ. ഭയങ്കര ദൈവവിശ്വാസി. കാര്യം എപ്പോഴും ഞാൻ പള്ളിയിൽ പോകുന്നതും അവിടുത്തെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. എപ്പോഴും അവിടെ ഉള്ളതും പ്രാർത്ഥനയും എല്ലാം. മാത്രമല്ല എവിടെയെങ്കിലും പോവാണെങ്കിൽ അപ്പന്റെ കല്ലറക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചേച്ചും. ഞാൻ ദിവസം തുടങ്ങുന്നതും ദിവസം അവസാനിപ്പിക്കുന്നതും അവിടെ തന്നെയാണ്. കല്ലറയിൽ പോയിട്ടാണ് ഞാൻ ദിവസവും തുടങ്ങുന്നതും ദിവസം അവസാനിപ്പിക്കുന്നതും. അപ്പം കാരണം എന്റെ വഴികാട്ടി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അദ്ദേഹം മരിക്കുന്നില്ല. ശരിയാ, സാർ പറയുന്ന ഒരു കണക്കിന് കറക്റ്റ് ആണ്. കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല. ഇന്നും ആ കല്ലറക്കെ ചെന്ന് നോക്കിയാ നമ്മുടെ നാട്ടുകാർ എത്ര പേര് അദ്ദേഹത്തിനെ ഇന്നും അദ്ദേഹം ജീവിക്കുകയാണ്. ഞാൻ എപ്പോ ചെന്നാലും വളരെ കുറച്ച് സന്ദർഭം ഒഴിച്ച്, എപ്പോ രാത്രി ചില സന്ദർഭം ഒഴിച്ച് എപ്പോ ചെന്നാലും അവിടെ ആൾ കണ്ടിരിക്കും. സത്യം. അദ്ദേഹം ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അത് ഇന്നും അത് ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക. അതിൽ പല ഒരു അംഗീകാരം ഒരു പൊതുപ്രവർത്തകന് എനിക്കൊരു ചലഞ്ചാ. സത്യം. ഇവിടുത്തെ ഓരോ വ്യക്തിക്കും ഒരു ചലഞ്ചാണ് അദ്ദേഹത്തിന്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ജീവിക്കാമെന്ന് ഞാൻ കാണിച്ചു തന്നു. അതിന്റെ 10-1 പോലും നമ്മൾ സക്സസ് ആവും. സത്യം. അത് ഒരു യാഥാർത്ഥ്യമാണ്. പൊളിറ്റിക്സ് മാത്രമല്ല, അദ്ദേഹത്തെ വീടിന്റെ ഒരു അംഗമായി കാണണമെങ്കിൽ അത് അത്രയും അദ്ദേഹം ഓരോ വീടും കരുതിയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിട്ടില്ല. ഒരു ബ്രേക്ക് ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോയാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം 24 മണിക്കൂറിൽ കൂടുതൽ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം പുറത്തു നിൽക്കില്ല. തിരിച്ചു വന്നിരിക്കും. ഡൽഹി വരുമ്പോൾ ഞാൻ ഓർക്കും, ഡൽഹി ഞാൻ പഠിക്കുന്ന സമയമാണ്, രാവിലെ വന്ന് വൈകിട്ട് പോയിരിക്കും. ഞാനും ഓർന്നു ഒരു ദിവസം നിൽക്കാതെ. ഇദ്ദേഹം വരുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ്നെസ്സാ. കാരണം നമുക്ക് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം വന്നു കഴിയുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. കാരണം എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് നാച്ചുറലി അതൊരു സ്പ്രെഡ് ചെയ്യുന്നൊരു പോസിറ്റിവിറ്റി. പക്ഷെ വന്നു കഴിഞ്ഞാൽ പോയിരിക്കുകയും ചെയ്യും. ആക്ച്വലി സാറിന്റെ ലൈഫിൽ അദ്ദേഹത്തിന് ഒരു ലെഷർ ടൈം അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ലെഷർ ടൈം വളരെ വളരെ ഒരു ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്ത സമയം അതിനെക്കാട്ടി ചുരുക്കും.
അപ്പൊ അമ്മയ്ക്ക് പരാതി ഉണ്ടായിരുന്നുള്ളായിരിക്കും. സ്വാഭാവികമായിട്ടും കാരണം അപ്പയ്ക്ക് അവിടെ നേരെ ഇരിക്കണേ, അത് സത്യം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അപ്പൊ പരാതി നാച്ചുറൽ. ഇപ്പം ഞങ്ങള് ഒരു കണ്ണിൽ കാണുന്ന എന്താന്ന് വെച്ചാൽ അവിടെ നാഷണൽ ലെവലില് രാഹുൽ ഗാന്ധി ആൻഡ് പ്രിയങ്ക ഗാന്ധി. അപ്പൊ ഇവിടെ ഒരു ഇലക്ഷൻ വന്ന അച്ചു ആൻഡ് സാറും കൂടെ പ്രസംഗം അങ്ങനെ ഒരു അതിപ്പം ഈ പ്രാവശ്യം ഫാമിലി മൊത്തം ഇറങ്ങിയല്ലോ. എന്റെ 2 സിസ്റ്റേഴ്സും ഇറങ്ങി, അത് അമ്മ ഇറങ്ങി. അതിന്റെ ഒരു കാരണം വെച്ചാല് ഞങ്ങളെല്ലാം BJP പോവാണെന്നൊരു ഇത് വന്നപ്പോഴത്തേക്ക് അതൊന്ന് ശരിയല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഓക്കെ, അച്ചു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു ഉള്ളിൽ ആഗ്രഹം അച്ചുവിനുണ്ടോ? അതെനിക്കറിയില്ല. ബട്ട് നമ്മൾ ഓൾറെഡി അച്ചു എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഷീ ഡിഡ്ന്റ് വാണ്ട് ടു കം ഇൻ ടു പൊളിറ്റിക്സ്. മറിയ ഓൾസോ ഡിഡ്ന്റ് വാണ്ട് ടു കം ടു പൊളിറ്റിക്സ് ബിക്കോസ് അപ്പ ഡിഡ്ന്റ് വാണ്ട്. കാരണം അദ്ദേഹം ഒരു താല്പര്യക്കുറവ് കാണിച്ചെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയില്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഫാദർ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇത് അച്ചുവിന്റെ അടുത്ത് പറഞ്ഞു. അച്ചു നിംസ് ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ അടുത്ത് പറഞ്ഞു. സോ അതിനെ കുറിച്ച് എനിക്കറിയുള്ളൂ. കോളേജ് ലൈഫിൽ പുള്ളിക്കാരത്തി ആക്റ്റീവ് ആയിരുന്നു. പിന്നെ അപ്പയ്ക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവര് പിന്നെ അത് വിട്ടങ്ങ് ഫാമിലി ലൈഫിലോട്ട് പോയതും. മറിയയ്ക്ക് താല്പര്യമുള്ള ആളെ അല്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി ഒരു 7-8 വർഷമായിട്ട് പുള്ളിക്കാരത്തി ആക്റ്റീവായിട്ട് ഇതേപോലെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. ഓക്കെ, ഇപ്പം അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് സാറിന് എന്നതായിരുന്നു എയിം? ഒന്ന് എന്താവണം, ഒരു എയിം ഉണ്ടാവുമല്ലോ സാർ? എനിക്ക് വേറെ സത്യം പറഞ്ഞാൽ ഇന്നത് പഠിച്ച് ഇന്നതാവണം ഒറ്റ തീരുമാനമേ ഉള്ളായിരുന്നു. എന്നതാ? പൊളിറ്റിക്സ്. ആണോ? എന്റെ സ്കൂളില് ഞാൻ മാത്രമാണ് പൊളിറ്റിക്സ് എന്ന് സ്ഥിരമായി പറഞ്ഞിട്ടുള്ളത്. ഒരാളും വേറെ പറഞ്ഞു. മേ ബി നമ്മുടെ ആ ബോൺ ആൻഡ് ബോട്ടം അതായതുകൊണ്ടാണോ, അതോ ചിലപ്പോ ചിലർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ ഡോക്ടർ ആവണം വലുതാവുമ്പം? അഫ്കോഴ്സ് അപ്പൻ പൊളിറ്റിക്സിലുണ്ട്, ഇല്ല അതല്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്കൊരു വേറൊരു ഓപ്ഷൻ ഞാൻ എന്താ ചിന്തിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടോ അത് തന്നെയാണെന്നുള്ള തീരുമാനത്തിലായിരുന്നു. ഓക്കെ, അപ്പൊ സാറിന് വെരി ആക്റ്റീവായിട്ട് സാറിന് പൊളിറ്റിക്സിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പക്ഷെ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് ഇതുവരെ വിളമ്പിയില്ല. ഞാൻ ആദ്യം ഒന്ന് വിളമ്പിയേച്ച് ഇനി ബാക്കി വർത്താനം പറയാം. എന്തായാലും സാർ നെക്സ്റ്റ് ടൈം ഞങ്ങൾ വിളിക്കുമ്പോ വരുമ്പോഴേ എനിക്ക് ഒരു പ്ലേറ്റിലും കൂടെ വിളമ്പാൻ ചാൻസ് തരണേ. അമ്മയല്ല, അമ്മയ്ക്ക് അല്ലാതെ ഞാൻ കൊടുത്തോളാം. ഈ കൊല്ലം അല്ലേ, അപ്പൊ പിന്നെ എന്തായാലും ഞാൻ ഈ കൊല്ലം വിളിച്ചോളാം. ലോകത്തും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച ഒരാളാണ് എന്റെ പിതാവ്. അതെ, അപ്പൊ മകനും ഇത് പരിഹരിക്കാം. മകന് മാത്രമേ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഏക പ്രശ്നം അത് പുള്ളിക്ക് അദ്ദേഹത്തിന് എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നേ? അത് അദ്ദേഹത്തെ കൊണ്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. അത് മകന് മാത്രമേ പറ്റത്തുള്ളൂ. അത് അങ്ങനെ ചുമ്മാ അപ്പന്റെ തല കൊണ്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്ക്, ഈ കൊല്ലം അങ്ങ് സമ്മതിച്ചേക്ക്. അമ്മയ്ക്ക് ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമില്ല, അമ്മയും വരായിരുന്നേ. അപ്പം പനി വന്നു. അയ്യോ, അല്ലെങ്കിൽ ഇപ്പൊ ഓക്കെ അല്ലേ അമ്മ? ഈ കഴിച്ചോണ്ടിരിക്കുമ്പോ അധികം വർത്താനം പറയിപ്പിക്കുകയല്ല, പക്ഷെ എന്നാലും ചോദിച്ചു പോകുന്നേ ഉള്ളൂ. സാറിന് ഈ സിനിമയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്? ഞാൻ ഈയിടെയായിട്ട് സിനിമ കുറവാണ്, പക്ഷെ കാണാറുണ്ട്. എൻജോയ് ചെയ്യാൻ. പാട്ട്? അയ്യോ, ഈ ഇടയിൽ ഒരിടത്ത് എവിടെയോ പാട്ട് പാടിയില്ലായിരുന്നു? അത് നല്ല പാട്ടായിരുന്നില്ലേ? ഒന്ന് പാടാവോ? എല്ലാരും എന്നത്തിനല്ലേ പാട്ട് പാടാമെന്ന് ചോദിക്കുമ്പോ എല്ലാരും ചിരിക്കുന്ന എന്നത്തിനാ? എനിക്കറിയാം. നമുക്കറിയാവുന്ന പോലെ അല്ലേ പാടാനൊക്കത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ. ഞാനല്ലല്ലോ പറഞ്ഞ, സ്വന്തമായിട്ടല്ലേ ചിരിച്ചേ. ഞാൻ വലിയ കാര്യമായിട്ടാ ചോദിച്ചേ. അപ്പൊ എല്ലാം അങ്ങ് ചിരിച്ചങ്ങ് കളഞ്ഞു. നല്ലതായതുകൊണ്ടാ പറയുന്നത്. ഏത് പാട്ടാ കേട്ടെ? വെണ്ണില ചന്ദനം അല്ലി. അത് കഴിഞ്ഞ് വേറെ പാട്ട് പാടിയാ? അത് കേട്ടില്ല. അമ്പലപ്പുഴ. അത് മതി എനിക്ക്. ഏതേലും ഒന്ന് നല്ലതല്ലേ. ഈ കഴിക്കുമ്പോ പാടാൻ പറ്റുമോ? ഇപ്പൊ അങ്ങനെയായേ. അന്ന കൊഴപ്പില്ല. സംസാരിക്കാൻ പറ്റത്തില്ല, പാടാനും പറ്റൂലോ? സംസാരിക്കാൻ പറ്റും അല്ലേ, പാടാൻ പറ്റിയല്ലായിരിക്കും. എന്നാ പിന്നെ കഴിച്ചേച്ച് പാടിച്ചത് എല്ലാം പോട്ടെ സാർ. ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ. സാർ ഇന്ന് വന്നപ്പോ എനിക്ക് മെയിൻ ആയിട്ട് ഇത് മാത്രമേ സാറിനോട് പറയാനുണ്ടായിരുന്നു. കല്യാണം കഴിക്കാനുള്ളത് മെയിൻ ആയിട്ടോ ഒന്ന് ഫസ്റ്റ് വാക്കാണ്. ഓക്കെ, സെക്കൻഡ് സാർ ഈ ഒരു കാര്യവും കൂടെ ഉള്ളൂ, നമ്മുടെ യൂത്തിനെ ഇപ്പൊ ഒന്ന് രക്ഷിച്ചെടുക്കണം. ബിക്കോസ് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ യൂത്ത് ആണ് ഇപ്പൊ. ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ സാറിനെ ഫോഴ്സ് ചെയ്യുക. ടീമായിട്ട് നമ്മളത് ചെയ്യും.
അതെ, അത് ഒക്കെ ഈ ഇദ്ദേഹത്തിനകത്തുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്, അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, അവര് ഇറങ്ങി ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഞാൻ അവരിലേക്ക് തീർച്ചയായിട്ടും പകർന്നു കൊടുക്കാം സർ. പിന്നെ സർ പാട്ട് പറ്റുമോ? പാട്ട് പാടെങ്കിൽ വെണ്ണിലാ ചന്ദന കിണ്ണം പുന്നമടക്കായരിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. താങ്ക് യു വെരി മച്ച് സർ. ബട്ട് സ്റ്റിൽ അത് ഒന്ന് പാടുക എന്ന് പറയുന്നത് വലിയ എന്താ പറയാ, അത് ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾ ആസ്വദിച്ച് നമ്മുടെ മനസ്സ് തുറന്ന് പാടുന്നു. ക്ലാസിക്കൽ മ്യൂസിക് എന്റെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഠിക്കാൻ ഈ ഒരു ശാൽവാടിയായിരുന്നു പറഞ്ഞ ആള് വരുമ്പോ ഞാൻ ഓടിക്കളയും. അതിന്റെ ഗുണമല്ലേ ഇപ്പൊ? അത്ര മോശം പാട്ടല്ല. ഞാൻ എന്താ പറയാ, ഒരാൾ ഇപ്പൊ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ വിത്ത് കോൺഫിഡൻസ്, അവർക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ അവരെടുക്കുന്ന രീതിയാണ് അത് നമ്മൾ നെവർ മൈൻഡ്. സർ, ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ താങ്ക് യു വെരി മച്ച് സർ. ഇത്രയും ഒരു ബിസിയുടെ ഇടയിൽ വന്നിട്ട് ഞങ്ങളോട് ഇച്ചിരി നേരം വർത്താനം പറഞ്ഞു. ഒരു കുടുംബക്കാരനെ പോലെ അടുക്കളയിൽ കൂടെ കയറി വന്നു, ഞെട്ടിച്ചു. ഭാവിയിലും നല്ല നല്ല കാര്യങ്ങൾ അപ്പനെ എന്താ പറയാ, അപ്പൻ ചെയ്തതിനെക്കാട്ടിലും ഒരു പടി മുന്നേ അപ്പനെക്കാട്ടിലും വലുതാവണം എന്നാണല്ലോ എല്ലാ അപ്പന്മാരുടെ ആഗ്രഹം. അതുപോലെ ആവാൻ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. ഇതേപോലെ നല്ല എപ്പിസോഡും നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. Till then, good. Annie's Kitchen. Let's cook with love.